the Trump inauguration. അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചുമതലയേൽക്കും. ഇന്ത്യൻ സമയം രാത്രി 10:30 വാഷിംഗ്ടണിൽ സ്ഥാനാരോഹണ ചടങ്ങ് ആരംഭിക്കും. അതിശൈത്യമായതിനാൽ ചടങ്ങുകൾ ക്യാപിറ്റോൾ മന്ദിരത്തിൻ്റെ അകത്താണ് നടക്കുന്നത്. ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. ഭാരതത്തെ പ്രതിനിധീകരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് പങ്കെടുക്കുന്നത്. അർജന്റീനിയൻ പ്രസിഡന്റ്, ചൈനീസ് വൈസ് പ്രസിഡന്റ്, ആമസോൺ മേധാവി തുടങ്ങി മെറ്റ സിഇഒ വരെയുള്ള ആളുകൾ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുന്നു. പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഇതാദ്യമായിട്ടാണ് വിദേശ നേതാക്കളെ ക്ഷണിക്കുന്ന ഒരു പതിവ് US ഉണ്ടാകുന്നത്. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, വളരെ പ്രൗഢവും വളരെ ഗംഭീരവുമായ സ്ഥാനാരോഹണ ചടങ്ങാണ് ഇന്ത്യൻ സമയം രാത്രി 10:30 നടക്കുന്നത്. ഈ ചടങ്ങ് എത്ര സമയം ഉണ്ടാകും? കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വിനോദ്, ഏറ്റവും പ്രൗഢമായ ഒരു ചടങ്ങ് തന്നെയാണ് അവിടെ നടക്കുന്നത്. അതല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏറെ ആകർഷകമായിരിക്കും. 2 ലക്ഷത്തോളം പേർ ഈ ഇതിനെ സാക്ഷ്യം വഹിക്കാനായി നഗരത്തിലെത്തുമെന്നാണ് കണക്കാക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന ഹാളിന് പുറത്തും അതുപോലെ തന്നെ ആ ഹാളിന്റെ പുറത്ത് ഉള്ള പരിസര പ്രദേശങ്ങളിലുള്ള CCTVയിലും എല്ലാം തന്നെ ഇത്തരം ഈ പരിപാടികളുടെ നേരിട്ടുള്ള സംപ്രേഷണം കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിരവധി പേർ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അത് വലിയൊരു മഹം തന്നെയായി മാറുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് തന്നെ ഇത്തരത്തിൽ വലിയൊരു പ്രതീക്ഷയായിരുന്നു അമേരിക്കൻ ജനതയ്ക്കുണ്ടായിരുന്നത്. ആ പ്രതീക്ഷ പൂർണ്ണമായും നിറവേറ്റുന്നതിനുള്ള ഒരു ഉത്തരവാദിത്വം തന്നെ അദ്ദേഹം ഏറ്റെടുക്കുമെന്ന് അറിയിക്കുകയും അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന വിഷയം. അതിൽ കുടിയേറ്റ വിഷയമുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തിക വിഷയങ്ങളുണ്ട്, അതുപോലെ മയക്കുമരുന്നിന്റെ വ്യാപനം സംബന്ധിച്ച അതിന്റെ പ്രശ്നങ്ങളുണ്ട്. അതിലെല്ലാം തന്നെ കൃത്യമായ നടപടികൾ എടുക്കുന്നതിന് കർശനമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് ട്രംപ് തെരഞ്ഞെടുപ്പ് വേളയിൽ വാഗ്ദാനം നൽകിയിരുന്നു. ആ വാഗ്ദാനം തന്നെയാണ് ട്രംപിനെ മികച്ച വിജയം നേടി അധികാരത്തിലെത്താൻ സഹായിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിലെ സാഹചര്യത്തിൽ എല്ലാ സ്റ്റേറ്റുകളിലും കൃത്യമായ ഭൂരിപക്ഷം നേടിയെത്താൻ സാധിച്ച ട്രംപിനെ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് അമേരിക്കൻ ജനത നോക്കിക്കാണുന്നത് എന്നതും ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. നമുക്കറിയാവുന്നതാണ്, ട്രംപിന്റെ ഈ നിലപാടുകളാണ് അദ്ദേഹത്തെ ഈ പുതിയ പ്രസിഡന്റായി അദ്ദേഹം അധികാരമേൽക്കുമ്പോൾ ആ ഉറച്ച നിലപാടുകൾ ലോക സമാധാനത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അതുപോലെ തന്നെ അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെയും എല്ലാം വിഷയങ്ങൾ എല്ലാം കൃത്യമായി മനസ്സിലാക്കി നടപടികൾ അമേരിക്കൻ ജനതയുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന നടപടികളിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് അമേരിക്കൻ ജനത പ്രതീക്ഷയോടെ കാണുന്നത്. സ്വാഭാവികമായും യുക്രൈൻ യുദ്ധത്തിലും ഇപ്പോൾ അല്പസമയം 2 ദിവസങ്ങൾക്ക് മുമ്പ് പരിഹരിക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലും എല്ലാം തന്നെ കൃത്യമായ ഇടപെടലുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പ്രതീക്ഷ നൽകുന്ന നീക്കങ്ങളാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വീണ്ടും പ്രതീക്ഷ നൽകുന്ന ഒരു നീക്കങ്ങൾ ഈ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന്റെ അധികാരമേൽക്കുന്നതോടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ ലോകത്തെ എല്ലാ നേതാക്കന്മാർക്കുമുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രതീക്ഷ തന്നെയാണ് ഏറെ ശ്രദ്ധേയമാക്കുന്നത്. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ എസ് ജയശങ്കർ ഭാരതത്തെ പ്രതിനിധീകരിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങിനെ സാക്ഷിയാകും. അതുപോലെ തന്നെ നിരവധി അന്താരാഷ്ട്ര നേതാക്കന്മാർ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ സാക്ഷിയാകാൻ എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും ഒരു വ്യത്യസ്ത അനുഭവമായി മാറുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. തീർച്ചയായും അമേരിക്കയിലെ 47ാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരം ഏൽക്കുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം 2ാം തവണയും അമേരിക്കൻ പ്രസിഡന്റായി ചുമതല ഏൽക്കുന്നത്. ലോകരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ ചടങ്ങിലുണ്ടാകും. അതും അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. രാത്രി 10:30 ഇന്ത്യൻ സമയം രാത്രി 10:30 ഈ ചടങ്ങുകൾ നടക്കുക. ഇതിൻ്റെ തത്സമയ വിവരങ്ങൾ ജനൻ TV ഉണ്ടാകും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.